മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പലരും ഇന്ന് നാച്ചുറലായ മാർഗങ്ങൾ തേടുന്നവരാണ്. അടുക്കളയിൽ ലഭ്യമായ പല ചേരുവകളും ഇതിനായി ഉപയോഗിക്കാറുമുണ്ട്. എന്നാൽ കയ്യിൽ കിട്ടുന്നതെന്തും മുഖത്ത് വാരിത്തേക്കും മുമ്പ് അല്പം ശ്രദ്ധയാവാം. ചിലതെല്ലാം വളരെ സുരക്ഷിതത്വവും ചർമ്മത്തെ മൃദുവാക്കുന്നതുമാകാം. എന്നാൽ ചില വസ്തുക്കൾ വളരെ പരുക്കനും അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമാണ്. എന്നാൽ മുഖത്ത് തേക്കാൻ പാടില്ലാത്ത കുറച്ച് വസ്തുക്കളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നാരങ്ങ. നാരങ്ങ നീരിന് വളരെ കുറഞ്ഞ pH മൂല്യമാണുള്ളത്. ഇത് വളരെയധികം അമ്ലഗുണമുള്ളതും ചർമ്മത്തിന് ദോഷം ചെയ്യുന്നതുമാണ്. ഇതിൽ സോറലൈൻ എന്ന ഒരു ഫോട്ടോകെമിക്കൽ സംയുക്തമുണ്ട്. ഇത് കുമിളകളും പൊള്ളലുകളും ഉണ്ടാക്കാൻ കാരണമാകും. സിട്രിക് ആസിഡിൻ്റെ അളവ് വളരെ കൂടുതലായതിനാൽ അമിതമായി എക്സ്ഫോളിയേഷനും കാരണമാകും. രണ്ടാമതായി ഉരുളക്കിഴങ്ങ് ജ്യൂസ്. ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് പിഗ്മെൻറ്റേഷൻ അകറ്റുകയില്ലെന്ന് പഠനം പറയുന്നു. ഡാർക്ക് സ്പോട്ടുകൾ കുറയ്ക്കാനും വഴുക്കളും പാടുകളും അകറ്റാനും ഉരുളക്കിഴങ്ങ് ജ്യൂസിന് കഴിയുമെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഉരുളക്കിഴങ്ങിൽ സൊളാനിൻ പോലുള്ള ആൽക്കലോയിഡുകൾ ഉണ്ട്. ഇത് ചർമ്മം ആഗിരണം ചെയ്താൽ ദോഷമാണ്. വിഷാംശമടങ്ങിയതും അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമാണിത്. ഉരുളക്കിഴങ്ങ് പിഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിഘടിക്കും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഗുണം പോലും ലഭിക്കില്ല. തുടർച്ചയായി ഉപയോഗിച്ചാൽ അലർജിക്ക് കാരണമാകും. സെൻസിറ്റീവായ ചർമ്മമാണെങ്കിൽ പ്രത്യേകിച്ച്. മൂന്നാമതായി പച്ചമുട്ട. പച്ചമുട്ടയിൽ സാൽമൊണല്ല എന്ന ബാക്ടീരിയ ഉണ്ടാകും. ഇത് ഗുരുതരമായ ചർമ്മത്തിലെയും കണ്ണുകളിലെയും അണുബാധയ്ക്ക് കാരണമാകും. മുട്ടയുടെ വെള്ള അടങ്ങിയ മാസ്കുകൾ മുഖത്തിടുമ്പോൾ ഒരു മുറുക്കം അനുഭവപ്പെടാറുണ്ട്. ഇത് പ്രോട്ടീൻ ഫിലിം ഉണങ്ങുന്നത് മൂലമാണ്, അല്ലാതെ ലിഫ്റ്റിങ്ങോ ആൻറ്റി ഏജിങ്ങോ ഒന്നുമല്ല. വലിയ എഗ് പ്രോട്ടീനെ ആഗിരണം ചെയ്യാൻ ചർമ്മത്തിനാവില്ല. പച്ചമുട്ടയിൽ ധാരാളം ബാക്ടീരിയകളുണ്ട്. ഇവ വേഗം ചീത്തയാവും. വീട്ടിൽ തന്നെ ഫേസ് മാസ്കുകൾ തയ്യാറാക്കുന്നവർ ചർമ്മത്തിന് ദോഷം ചെയ്യുന്ന ഈ വസ്തുക്കൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ പച്ചമുട്ട മുഖത്ത് പുരട്ടുന്നത് വെറുതെയാണെന്ന് തന്നെ പറയാമെന്ന് പഠനം പറയുന്നു.